നമസ്കാരം, കാർസ് ഗാരേജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ മോഡൽ എർട്ടിഗ 2021 എർട്ടിഗയുടെ ഒരു വാക്ക് റൗണ്ട് റിവ്യൂ ആണ്. അതായത് അതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഡിമാൻഡ് കൂടിയ VX എന്നൊരു വേരിയൻ്റ് ഉണ്ട്, രണ്ടാമത്തെ വേരിയൻറ്റ്. നമുക്കറിയാം ഇപ്പോൾ എർട്ടിഗ നമുക്ക് പെട്രോൾ മോഡൽസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. എർട്ടിഗയിൽ അതിൽ മാനുവൽ ഓപ്ഷൻസും വരുന്നുണ്ട്, 5 സ്പീഡ് മാനുവലും വരുന്നുണ്ട്, 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ATയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 5 സ്പീഡ് മാനുവൽ എർട്ടിഗയാണ് നമ്മുടെ കയ്യിലുള്ളത്, അതും VX വേരിയൻറ്റ്. അപ്പോൾ അതിൻ്റെ വാക്ക് റൗണ്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ വണ്ടിയുടെ ഗ്രില്ലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രില്ല് വരുമ്പോൾ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നമുക്കൊരു ക്രോം ഇൻസൈഡ്സ് വരുന്ന ഒരു ഗ്രില്ലാണ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ക്രോം ഇൻസൈഡിലെ ലോഗോ, ആ ഗ്രില്ലിന് താഴെയായിട്ട് നമുക്കൊരു ക്രോം ലൈൻസ് വരുന്നുണ്ട്. ആ ലൈൻ നമുക്ക് ഹെഡ് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്രില്ലിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് നേരെ സൈഡിലൂടെ ഹെഡ് ലാമ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഹെഡ് ലാമ്പ് വരുമ്പോൾ നമുക്കൊരു 3 ചേമ്പറാണ് വരുന്നത്. ഒന്നിൽ ഹാലജൻ ഇൻഡിക്കേറ്റർ, രണ്ടാമത്തിൽ ഹാലജൻ ഹെഡ് ലാമ്പ് വിത്ത് കട്ട് ലൈൻസ് ഹെഡ് ലാമ്പാണ് അതിൽ വരുന്നത്. മൂന്നാമത്തെ ചേമ്പറിൽ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ഈ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്രോം ഇൻസൈഡ്സ് കാണാം. മേളിലായിട്ടൊരു ഐലിഡും താഴെയായിട്ടും ഒരു ക്രോം ഇൻസൈഡും കാണാം. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വാഹനത്തിന് നല്ലൊരു ഭംഗിയാണ് അത് സഹായിക്കുന്നത്. ബമ്പർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു എക്സ് കട്ടിങ്ങും അങ്ങനെ കുറച്ച് C ഷേപ്പും കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ബമ്പറാണ് വരുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ബമ്പറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബമ്പറിൻ്റെ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ഒരു ഫോഗ് ലാമ്പിന് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു സ്ലോട്ട് നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഇതിൽ ഒരു ബസ്സിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ടുണ്ട്. C ഷേപ്പ് ബസ്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടോ ചെയ്യാനുള്ളൊരു സ്ലോട്ടാണ്. അത് നമുക്ക് ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ്. താഴെയായിട്ടൊരു വലിയ എയർ ഡാം നമുക്ക് കാണാം. അതിന് മുകളിൽ സെൻട്രലായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്. ബോണറ്റിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് 2 ബോഡി ലൈൻസ് കാണാം. ഒന്ന് സെൻട്രലായിട്ടും വരുന്നുണ്ട്, ഒന്ന് സൈഡിലേക്ക് നമുക്ക് ഈ ഗ്രില്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ബാക്ക് ഒരു A പില്ലറിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലൈൻസ് പോയിരിക്കുന്നത്. അപ്പോൾ എർട്ടിഗയുടെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 1462 cc ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 105 PS 128 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് എർട്ടിഗയുടെ എഞ്ചിനിൽ നമുക്കൊരു മാരുതി വിളിക്കുന്ന സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് 12 വോൾട്ട് സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ഇത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ISG എന്നൊരു എക്യുപ്മെൻ്റാണ്, ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ. അതിനാൽ തന്നെ ഇതിൽ 2 ബാറ്ററി വരുന്നുണ്ട്. ഒന്ന് നോർമൽ ബാറ്ററിയും വരുന്നത്, ഒന്ന് ലിഥിയം അയൺ ബാറ്ററി വരുന്നത്. അത് നമ്മുടെ കോ ഡ്രൈവർ സീറ്റിന് അടിയിലാണ് വരുന്നത്. ഞാൻ അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു സഹായമാണ്. പിന്നെ നമുക്ക് എഞ്ചിന് ടോർക്ക് അസിസ്റ്റും ചെയ്യുന്നുണ്ട്. ബ്രേക്ക് റീജനറേഷൻ വഴിയും നമ്മുടെ ISG വഴിയുമാണ് ഈ ബാറ്ററികൾ റീചാർജ് ആവുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റവും വരുന്നത്. നമുക്ക് ട്രാഫിക്കിലൊക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ന്യൂട്രൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓൺ ആവുന്നൊരു സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എൻജിൻ റൂമിനെ കുറിച്ച് പറയുമ്പോൾ താഴത്തായിട്ട് നമുക്കിതിൻ്റെ ഓപ്പണായി കിടക്കുന്നത് കാണാം. ഒരു ഷീൽഡ് കാര്യങ്ങൾ വന്നിരുന്നതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നതിന് എന്ന് തോന്നിപ്പോയി. അതുതന്നെ നമുക്ക് ബോണറ്റിൻ്റെ അടിയിലായിട്ട് നല്ലൊരു ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടഫായിട്ടുള്ള ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വൈപ്പേഴ്സിലേക്ക് വരുമ്പോൾ വൈപ്പേഴ്സ് എല്ലാം ഒരു നോർമൽ ടൈപ്പ് വൈപ്പേഴ്സാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു പ്രീമിയം സെറ്റപ്പ് ആക്കിയിട്ടില്ല. നോർമൽ വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന അതേ വൈപ്പേഴ്സ് തന്നെ. അത് വാഷറെല്ലാം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ആ കൗളിൽ ഇണങ്ങി ചേരുന്ന രീതി തന്നെ ഡീസൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു വിൻഷീൽഡാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നത്. ഗ്ലാസ് അത്യാവശ്യം വലിയൊരു കാഴ്ച കൊടുക്കുന്ന രീതിയിലുള്ള വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ORVMൽ തന്നെ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഈ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ മൗണ്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഫെൻഡറിലേക്കും കയറിയിട്ടുണ്ട്. പിന്നെ വീൽസ് വരുമ്പോൾ 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതായത് ടയർ സൈസ് വരുമ്പോൾ 185, 65, 15. നോർമൽ സ്റ്റീൽ ഡിസ്ക്കാണ് നമുക്ക് വീൽസിൽ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. സസ്പെൻഷൻ സെറ്റപ്പ് വരുമ്പോൾ മക്ഫേഴ്സൺ സ്ട്രാറ്റ് വിത്ത് കോയിൽ സ്പ്രിംഗ് സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക് മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കെല്ലാം ബോഡി കളേർഡ്. നമുക്ക് ഫെൻഡറിൽ നിന്ന് ഒരു ബോഡി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നേരെ നമുക്ക് ഡോറിൽ നിന്ന് തുടങ്ങി നേരെ നമ്മുടെ ബാക്കിലെ ടെയിൽ ലൈറ്റിലേക്കാണ് അത് അവസാനിക്കുന്നത്. വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വരുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ വണ്ടിക്ക് വീൽ കവേഴ്സ്
ഇൻബിൽട്ട് ഉണ്ട്. നമുക്ക് വണ്ടി ഡെലിവറി ടൈമിലാണ് ഇത് അവർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ബാക്ക് തേർഡ് റോക്കുള്ള സീറ്റുകാർക്കുള്ള ഒരു വിൻഷീൽഡും നമുക്ക് കാണാം. ഈ വിൻഷീൽഡിൻ്റെ അവസാനിക്കുന്നത് ബാക്കിൽ വിൻഷീൽഡിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സി പില്ലറിൻ്റെ സ്ലോട്ടും, അതായത് ഡോറിൻ്റെ സ്ലോട്ട് ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ തന്നെ ബി പില്ലറിൻ്റെ എവിടെയും ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡുവൽ കളർ ഡോർ പാഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സെൻറ്ററിലൊരു ഡാർക്ക് ഒരു ഗ്രേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കർവ്ഡ് കുറച്ച് എന്താ പറയുക സ്കൾപ്ചർ ഡിസൈൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡോർ അൺലോക്ക് ചെയ്യേണ്ട ലിവർ ക്രോം ഫിനിഷാണ്. നമുക്ക് ഇൻഡിവിജ്വലി ലോക്കും അൺലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ, ഒരു സ്വിച്ചാണത്. അതുപോലെ തന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽ നിന്ന് വിളിക്കാവുന്ന അതുപോലെ തന്നെ നമുക്ക് കോയിൻസും കാര്യങ്ങളും എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പവർ വിൻഡോ ബട്ടൺ, മാഗസിൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ, സ്പീക്കേഴ്സ്. നമുക്ക് ഈ വാഹനത്തിന് VXA തൊട്ട് നമുക്ക് 4 ഡോർ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വാഹനത്തിനകത്തേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ബീജാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. റൂഫായാലും സീറ്റാണെങ്കിലും ഡോർ പാഡ്സ്, സെൻട്രൽ കൺസോൾ എന്നിവയെല്ലാം നമുക്കൊരു ബീച്ച് കളറാണ് നമുക്കിതിൽ കൂടുതലും കാണാൻ സാധിക്കുക. ഈ ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് ഒരു കുറച്ച് ഡാർക്ക്, അതായത് നമ്മൾ നേരത്തെ ഈ ഡോർ പാഡിൽ കണ്ട സെയിം ആ ഒരു കളർ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 3 കളറിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഡാഷ്ബോർഡിൽ വരുന്നത്. ഒന്ന് ബേജ്, ഒന്ന് കുറച്ചൊരു ലൈറ്റ് ഒരു ഗ്രേ എന്ന് വിളിക്കുന്ന കളറും, പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു ബ്ലാക്ക് കളറാണ് നമുക്കിതിൽ വരുന്നത്. നമുക്ക് ഈ സെൻട്രലിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷ്, അതൊരു ചെറിയൊരു സ്കൾപ്ചർ ഡിസൈൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. അത് ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഡോർ പാഡ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഡോർ പാഡിലെ സെയിം ഡിസൈനാണ് ഈ ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ടും കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായി നമുക്ക് തോന്നി. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല. അത്രയും ബ്രില്യൻ്റായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് AC വെൻസ്, അതൊരു ബ്ലാക്ക് ഫിനിഷ് അവിടെ കൂടിയിട്ടുള്ളൊരു AC വെൻസാണ്. ഈ AC വെൻസിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസോടുള്ള ഒരു AC വെൻ്റാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ AC വെൻറ്റിൻ്റെ 3 ലൈൻസ്, ഈ ലൈൻസ് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അടുത്ത AC വെൻറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതൊക്കെ വളരെ നല്ലൊരു മനോഹരമായൊരു പ്രീമിയം ടച്ചാണ് ആക്ച്വലി ഈ ഒരു എർട്ടിഗ ഈ മോഡലിന് മാരുതി സുസുക്കി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ AC യുടെ ലെഫ്റ്റ് AC വെൻറ്റിന് ഷട്ടറും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിലായിട്ട് ഡ്രൈവർ സൈഡ് എയർ ബാഗ്, ഡ്രൈവർ സൈഡ് എയർ ബാഗും വരുന്നുണ്ട്. ഗ്ലൗ ബോക്സ് വരുമ്പോൾ നമുക്കൊരു ഡീസൻറ്റ് സ്റ്റോറേജ് സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലും നല്ലൊരു ഡീസൻറ്റ് സ്റ്റോറേജ് സ്പേസ്. ഫ്ലോർസ് കാര്യങ്ങളെല്ലാം വരുന്നതും നമുക്കൊരു ബീച്ച് ഫിനിഷോട് കൂടിയുള്ള ഫ്ലോറാണ് വരുന്നത്. ഒരു മാനുവൽ AC വരുന്നുണ്ട്. ACയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള നോബ്, ബ്ലോവറിൻ്റെ നോബ്, അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത്, മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ളത്, AC ഓൺ ഓഫ് സ്വിച്ച്, എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു നോബ്, താഴെയായിട്ട് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ്, USB ഓക്സിൻ്റെ ഒരു സോക്കറ്റ്, ഫോൺസും മറ്റു കാര്യങ്ങളും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ്, താഴെയായിട്ടൊരു 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഈ കപ്പ് ഹോൾഡർ നമുക്ക് കൂളിംഗ് ടൈപ്പാണ്. ഇതിനും ഒരു ഷട്ടർ വരുന്നുണ്ട്. ആ ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറാണത്, ഒരു നോബാണത്. അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെയും ആ വരുന്ന ഒരു കളർ നമ്മൾ നേരത്തെ കണ്ട ഒരു കളറിൻ്റെ തന്നെ കുറച്ചൊരു ഡാർക്ക്, അതായത് നമ്മൾ സ്റ്റിയറിങ്ങിൽ വരുന്ന ഒരു കളർ തന്നെയാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കളർ. ഒരു ഗ്ലോസ് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഗിയർ നോബിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റായിട്ട് ചെറിയൊരു ക്രോം എലമെൻറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ലിവറിൻ്റെ ആണെങ്കിലും ആ ഒരു കളർ വരുന്നത് ഈ ഗിയർ നോബിൻ്റെ സെയിം കളർ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ബാക്കിലായിട്ട് നമുക്കൊരു 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പാസഞ്ചേഴ്സിന് മൊബൈൽ കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. VXA മോഡൽ നമുക്ക് ഒരു ഫെദർ ടച്ച് സ്റ്റീലാണ് നമുക്കിതിൽ വരുന്നത്. നമുക്ക് സ്വിഫ്റ്റ് അതുപോലെ സ്വിഫ്റ്റ് VXA അങ്ങനത്തെ മോഡൽസ് ഞാൻ കാണിച്ചിരുന്നു. ആ സെയിം സ്റ്റീരിയോ തന്നെയാണ്. അന്നൊരു കളറിൽ ചെറിയ വ്യത്യാസമൊന്നും, അതിൽ ബ്ലൂ ആണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ ലൈൻസ് കൊടുത്തിരിക്കുന്നത് മാത്രം. സെയിം അതിന് ഫീച്ചേഴ്സും ടെക്നോളജീസും എല്ലാം സെയിം തന്നെ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് USB ഓക്സ് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലും വരുന്നുണ്ട്. ഇതിലെങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, FM കണക്ട് ചെയ്യണം എന്നെല്ലാം ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തിരിക്കാം. താഴെയായിട്ട് നമുക്കൊരു ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് സെൻട്രൽ ലോക്കിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് നമുക്ക് കാണാം. ഈ ഫെദർ ടച്ച് സ്റ്റീരിയോയുടെ സൈഡിലായിട്ടാണ് നമുക്ക് ഡ്രൈവർ സൈഡ് ഈ സൈഡിൽ വരുന്ന AC വെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം.
ബീച്ച് ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ഡോർ പാരാണ് നമുക്ക് സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്നത്, ബാക്കിലത്തെ ഡോർസിൽ വന്നിരിക്കുന്നത്. നമുക്കിതിൽ ഒരു ക്രോം ഫിനിഷുള്ള ഒരു ഡോർ ഓപ്പൺ ലിവർ കാണാം. അതിന് മുകളിലായിട്ട് ഇൻഡിവിജ്വലി ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച് കാണാം. ഗ്രാബ് ഹാൻഡിൽ, അതിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കോയിൻസ് മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പവർ വിൻഡോ സ്വിച്ച്, ബോട്ടിൽ ഹോൾഡർ, മാഗസിൻ ഹോൾഡർ, സ്പീക്കറിൻ്റെ സ്ലോട്ട്. നമുക്ക് പിന്നെ ചൈൽഡ് ലോക്കിൻ്റെ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് മിക്ക വണ്ടികളിലും ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് സെക്കൻഡ് ഡോർസിലായിരിക്കും അത് വരുന്നത്, അതായത് രണ്ടാമത്തെ ഡോർസിലായിരിക്കും ചൈൽഡ് ലോക്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. സീറ്റ് സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റാണ് VX8 നമുക്ക് അവൈലബിൾ ആവുന്നത്. അതും ബീച്ച് കളറിലുള്ള ഫാബ്രിക് ഫിനിഷോട് കൂടിയുള്ള സീറ്റ്സാണ് നമുക്ക് എർട്ടിഗയിൽ എല്ലാ മോഡൽസിലും അവൈലബിൾ ആവുന്നത്. എല്ലാ സീറ്റിൻ്റെയും ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് എല്ലാത്തിനും വരുന്നത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആണെങ്കിലും നമുക്ക് ഹെഡ് റെസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. അതുപോലെ തന്നെ ബാക്ക് വരുമ്പോൾ 50-50 സ്പ്ലിറ്റാണ് വരുന്നത്. അത് 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റാണ് അതിൽ വരുന്നത്. നമുക്ക് സെക്കൻഡ് റോ സീറ്റിൻ്റെ 2 ഷോൾഡറിലാണെങ്കിലും സീറ്റ് 2 ഷോൾഡറിലാണെങ്കിലും ഒരു ലിവർ ഉണ്ട്. അതായത് ബാക്കിലെ പാസഞ്ചേഴ്സിന് ഈ ഫ്രണ്ടിലെ സീറ്റ് തള്ളി നീക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിവറാണത്. ഒന്ന് ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് ഇവിടെയും ഒരു ലിവർ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിലത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള ഈ ലിവർ നമുക്ക് വലിച്ചിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നീക്കാവുന്നുള്ളൂ. നീക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ വഴി കയറി പോവാം. കയറാനും ഇറങ്ങാനും വളരെ എളുപ്പം തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിലേക്ക് കയറാനായിട്ട്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5'9" യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചു. നമുക്കൊരു തേർഡ് റോവിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 5'9" എൻ്റെ ഹൈറ്റ് വരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ ബാക്കിലേക്ക് കുറച്ച് ഇറക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ഈ സെക്കൻഡ് റോ സീറ്റ്. എന്നിട്ട് പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു തൈ സപ്പോർട്ട് ആണെങ്കിലും ഒരു ഡീസൻറ്റ് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ലെഗ് സ്പേസ് ആണെങ്കിലും മുട്ടിയിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഏകദേശം ഒരു 1 ഇഞ്ചോളം ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും നല്ല ഡീസൻറ്റ് ഹെഡ് റൂം കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തല ഇതിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തല കാണിക്കാത്തത്. ഓക്കെ, നല്ല ഡീസൻറ്റ് ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ബാക്കിലത്തെ ആൾക്കാർക്ക് ഒരു ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് സൈഡിൽ നല്ല വിസിബിലിറ്റി ബെറ്റർ ആണെന്നാണ് പറയാം. അതുപോലെ തന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിനായിട്ട് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റുമാണ്. അതുതന്നെ ഓരോ സീറ്റ് ബെൽറ്റ്സും വരുന്നുണ്ട്. നമുക്കൊരു തേർഡ് റോവിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 5'9" എൻ്റെ ഹൈറ്റ് വരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ ബാക്കിലേക്ക് കുറച്ച് ഇറക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ഈ സെക്കൻഡ് റോ സീറ്റ്. എന്നിട്ട് പോലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു തൈ സപ്പോർട്ട് ആണെങ്കിലും ഒരു ഡീസൻറ്റ് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ലെഗ് സ്പേസ് ആണെങ്കിലും മുട്ടിയിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഏകദേശം ഒരു 1 ഇഞ്ചോളം ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും നല്ല ഡീസൻറ്റ് ഹെഡ് റൂം കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തല ഇതിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തല കാണിക്കാത്തത്. ഓക്കെ, നല്ല ഡീസൻറ്റ് ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ബാക്കിലത്തെ ആൾക്കാർക്ക് ഒരു ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് സൈഡിൽ നല്ല വിസിബിലിറ്റി ബെറ്റർ ആണെന്നാണ് പറയാം. അതുപോലെ തന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിനായിട്ട് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റുമാണ്. അതുതന്നെ ഓരോ സീറ്റ് ബെൽറ്റ്സും വരുന്നുണ്ട്. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. സെയിം വന്നിട്ട് ജസ്റ്റ് സീറ്റ് നിവർത്താം, ബാഗിലേക്ക് വലിച്ചിടാം. ഇനി സെക്കൻഡ് റോ പാസഞ്ചേഴ്സിനാണെങ്കിൽ ഈ ലിവർ വലിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇതിൻ്റെ റൂഫിലായിട്ട് നമുക്കൊരു ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ ഡോറിൻ്റെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓഫ് ഓൺ ഡോറിൻ്റെ ലൈറ്റ്. അതുപോലെ റൂഫിൽ വരുന്ന AC വെൻസും നമുക്ക് കാണാം. അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബും ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ലക്ഷറി കാർസിൽ കണ്ട ഒരു ടെയിൽ ലാമ്പായിട്ട് നമുക്ക് സാമ്യം തോന്നാം എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായൊരു ടെയിൽ ലാമ്പാണ് നമുക്ക് എർട്ടിഗയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടെയിൽ ലാമ്പിൽ വിൻഷീൽഡിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു ഭാഗം, ഇതിലൊരു എലമെൻറ്റ് നേരെ താഴേക്ക് പോകുന്നു. ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ എർട്ടിഗയ്ക്ക് ഒരു പ്രീമിയം മോഡലുണ്ട്, XL6 എന്ന് പറഞ്ഞിട്ട് 6 സീറ്റർ വണ്ടി. അതിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അത് രാത്രി കാലങ്ങളിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്.
പിന്നെ ഈ ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ലൈറ്റ്സ് LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഹാലജൻ, റിവേഴ്സ് ലൈറ്റ് വരുമ്പോൾ ഹാലജൻ ആണ് വരുന്നത്. ഈ ടെയിൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ഡിക്കിയിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് എർട്ടിഗ എന്നൊരു ലോഗോ. ഈ രണ്ട് ടെയിൽ ലാമ്പ്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബീഡിങ്, ഒരു സൈഡിലൊരു ബോഡി കളറുടെ ഒരു ബീഡിങ്ങും കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലായിട്ട് സുസുക്കിയുടെ ഒരു എംബ്ലം, താഴെയായിട്ട് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്. നമുക്ക് ഈ ബമ്പറിൽ തന്നെ 4 ഡോട്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാം. ഈ ബമ്പറിൻ്റെ 2 സൈഡിലായിട്ട് C ഷേപ്പ് ഡിസൈനിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് റിഫ്ലക്റ്റേഴ്സും കാണാം. ഡിക്കി ഓപ്പൺ ചെയ്യേണ്ടത് വണ്ടി അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. ഇതിനായിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. തേർഡ് റോ സീറ്റ് ഉയർത്തി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 209 ലിറ്ററാണ് ഈ കാണുന്ന ഒരു ബൂട്ട് സ്പേസ് വരുന്നത്, 209 ലിറ്റർ. അതിൽ നമ്മൾ ഈ തേർഡ് റോ കൂടി നമ്മൾ മടക്കുകയാണെന്നുണ്ടെങ്കിൽ 550. ഈ തേർഡ് റോ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യണം, 50-50 തേർഡ് റോ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യണമെങ്കിൽ 550 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ആ കാണുന്ന സെക്കൻഡ് റോ സീറ്റ് കൂടി നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വരുന്നതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 803 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ബാക്കിലെ സീറ്റ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നേരത്തെ സെക്കൻഡ് റോ സീറ്റ് കാണിച്ച പോലെ തന്നെയുള്ള ഒരു ലിവർ ഉണ്ട് ഇതിൻ്റെ ഷോൾഡേഴ്സിലായിട്ട്. അത് പുൾ ചെയ്യുക, ജസ്റ്റ് ഫോൾഡ് ചെയ്തേക്കാം. ഓക്കെ, ഫോൾഡ് ചെയ്ത സീറ്റ് നമുക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടാഗാണ് ഈ കാണുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് കറക്റ്റ് വെർട്ടിക്കലായിട്ട് ഈ സീറ്റ് ഇരിക്കുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ വലിച്ചിട്ട് തന്നെ ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചാൽ കറക്റ്റായിട്ട് സീറ്റ് ബാക്കിലേക്ക് ചാരി ഇരിക്കാവുന്ന രീതിയിൽ ഇരിക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കാം. നമുക്ക് ഡിക്കി വരുന്നത് 2 ഡെക്കായിട്ടാണ് ഡിക്കി വരുന്നത്. ഇപ്പോൾ നോർമൽ വരുന്ന ഡെക്ക്, അതിന് താഴെ നമുക്കൊരു സീക്രട്ട് എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ഹിഡൻ സ്റ്റോറേജ് എന്ന് നമുക്ക് പറയാം. ആ ഒരു പീസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അടിയിലത്തെ ഒരു ഡിക്കി സ്പേസ് കാണാം. അപ്പോൾ ചെറിയൊരു ഐറ്റംസ് ഒക്കെ എടുത്ത് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ മുകളിൽ പെട്ടി കാര്യങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പിനി ടയർ ഇതിൻ്റെ അകത്തല്ല വരുന്നത്, നമുക്കിതിൻ്റെ അടിയിലായിട്ടാണ് സ്റ്റെപ്പിനി കാര്യങ്ങൾ വരുന്നത്. ഈ സ്റ്റെപ്പിനി നമുക്ക് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യാപ്പൂര നമുക്ക് നമ്മുടെ വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പാനേഴ്സ് ഉണ്ട്, അതെല്ലാം വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഇപ്പോൾ ഞാൻ നേരത്തെ വണ്ടികൾ കാണിച്ച പോലെ ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ള PDA കഴിയാത്ത വണ്ടിയാണ്. ഇതിലാണ് ഇത് ജാക്ക് സ്പാനേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സ്പെയർ ടയറിൻ്റെ സ്പാനർ യൂസ് ചെയ്തിട്ട് ഇത് ലൂസ് ചെയ്യുമ്പോൾ താഴത്തേക്ക് കഴിഞ്ഞ് വരും. സ്റ്റെപ്പിന് ഊരി എടുക്കാം. തിരിച്ച് അവിടെ തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കിൽ VXA മോഡലിന് ഡീഫോഗറോ വൈപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഡിക്കിക്ക് മേളിലായിട്ട് ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പും വരുന്നുണ്ട്. അതൊരു LED ടൈപ്പ് സ്റ്റോപ്പിംഗ് ലാമ്പാണ് വരുന്നത്. നമുക്ക് ഈ റൈറ്റ് ടെയിൽ ലാമ്പിൻ്റെ താഴെയായിട്ട്, അതായത് ടെയിൽ ലാമ്പിൻ്റെ യൂണിറ്റിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്ന ഡിക്കിയുടെ ആ ഒരു പോർഷൻ്റെ താഴെയായിട്ട് സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ലോഗോ കൂടി അതിൽ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ തേർഡ് റോ സീറ്റിൻ്റെ ഒരു വിൻഷീൽഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ടോ ഈ വിൻഷീൽഡ് വരുന്നത്. ഈ സൈഡിൽ നിന്ന് ഒന്നുകൂടി ആ സെക്കൻഡ് റോ സീറ്റ് കാണിച്ചു തരാം. അതായത് 60 പോർഷൻ, നേരത്തെ ഞാൻ കാണിച്ച 40 സീറ്റിൻ്റെ പോർഷനാണ് ഇപ്പോൾ 60 കാണിച്ചു തരാം. സെയിം നേരത്തെ കാണിച്ച ഒരു ലിവർ തന്നെ പുള്ള് ചെയ്യുക, ജസ്റ്റ് പുഷ് ചെയ്യുക. കയറാൻ വളരെ ഈസിയാണ്, അത് ഓപ്പറേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഓക്കെ, ഡ്രൈവർ സൈഡ് ഹാൻഡിലായിട്ട് നമുക്കൊരു കീ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള, അതായത് ഇപ്പോൾ ഇൻ കേസ് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നത്, അതിൽ ബാറ്ററി ഡൗൺ ആയാൽ കീ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് അത് തരാനുള്ളൊരു സ്ലോട്ട്. ഡ്രൈവർ സൈഡ് ഡോർസിലേക്ക് വരുമ്പോൾ സെയിം നേരത്തെ കണ്ടിന്യൂ ചെയ്യണം, നമ്മുടെ ഡാഷ്ബോർഡിൽ കണ്ടിന്യൂ ചെയ്യണ സെയിം ആ ഒരു എലമെൻറ്റ്, ആ ഒരു സ്കൾപ്ചേർഡ് എലമെൻറ്റ് നമുക്ക് ഈ ഒരു ഡോറിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. ക്രോം ഫിനിഷോടുള്ള ഡോർ ലിവർ, ഇൻഡിവിജ്വലി ലോക്ക് ചെയ്യുന്ന ആ ഒരു സ്ലൈഡിങ് സ്വിച്ച്, 4 ഡോർ പവർ വിൻഡോ. അതിൽ ഡ്രൈവർ സൈഡ് വിൻഡോ ഓട്ടോ ഡൗൺ ആണ്, ഹാർഡിൽ പ്രസ് ചെയ്താൽ ഓട്ടോ ഡൗൺ ആവും. മാനുവലി ഡോർസ് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, പവർ വിൻഡോ ലോക്ക്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന ഒരു മിററാണ് നമുക്ക് ഇതിൽ ഈ ഒരു VXA വേരിയൻ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചാണ്, ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചാണ് കാണുന്നത്. നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് കാണുന്നത്. അതൊരു മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ കളേർഡ് MID TFT മീറ്റർ കൺസോളാണ് ഇതിൽ വരുന്നത്. സൈഡിലായിട്ട് സ്പീഡോമീറ്റർ, അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു റൗണ്ടിൽ ഫ്യൂവലിൻ്റെ ഒരു മീറ്റർ, ലെഫ്റ്റ് സൈഡിലായിട്ട് ടാക്കോമീറ്റർ, അതിൻ്റെ ഉള്ളിലായിട്ട് ടെമ്പറേച്ചറിൻ്റെ ഒരു മീറ്ററും. ആ കാണുന്നതെല്ലാം ഓരോ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ 4 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ എല്ലാ ഒരു ഡീറ്റെയിൽ ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാനതിൻ്റെ ഐ കാർഡിൽ ഞാൻ കൊടുത്തിരിക്കാം, ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കുക.
സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിലും വരുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റീരിയോയുടെ കൺട്രോൾസ് വരുന്നുണ്ട്, മോഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാനൽ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വോളിയം അഡ്ജസ്റ്റ് ചെയ്യണം, അപ്പ് ആൻഡ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് കോൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷൻ, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ബോഡി സ്വിച്ചുകളിൽ ചുറ്റുമായിട്ടൊരു സിൽവർ ഒരു അലൂമിനിയം ഫിനിഷ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും ഒരു അലൂമിനിയം ഫിനിഷ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഡ്രൈവർ എയർ ബാഗ് വരുന്നത്, അതിന് സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോ, ക്രോം ഇൻസൈഡിലൊരു സുസുക്കി ലോഗോ, അതിന് ചുറ്റുമായിട്ടൊരു ക്രോം ഫിനിഷും വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽ നോർമൽ ആ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലെതർ റാപ്പോ അങ്ങനത്തെ പിന്നെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് വരുമ്പോൾ നമുക്ക് ടിൽറ്റബിൾ സ്റ്റിയറിംഗാണ് വരുന്നത്, അതായത് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്നൊരു സ്റ്റിയറിംഗാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കീ വരുമ്പോൾ റിമോട്ട് സെൻട്രൽ ലോക്കാണ് വരുന്നത്, രണ്ട് കീസ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ഫീച്ചറിൻ്റെ ഒരു സ്വിച്ചാണ് കാണുന്നത്. നമുക്ക് സ്വിച്ചബിളാണ്, വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓൺ ആക്കിയിടാം, അങ്ങനത്തെ ഒരു സ്വിച്ചാണ് വരുന്നത്. ഇതിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ലോ ബീമിൻ്റെ ലെവലിംഗ് സ്വിച്ച്. നേരത്തെ കാണിച്ച വിൻസിനെ പോലെ തന്നെ ഒരു ഷട്ടർ ക്ലോസും ഓപ്പൺ ചെയ്യാനുള്ളൊരു നോബാണ് കാണുന്നത്. നമുക്കൊരു ഡെഡ് പെഡൽ വരുന്നുണ്ട്, അത് ആ ഒരു സെയിം ഫ്ലോറിൻ്റെ ആ ഒരു മാറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആക്സിലേറ്റർ വരുന്നു, ഇതിലും ഡ്രൈവ് ബൈ വയർ ടെക്നോളജിയോട് തന്നെയുള്ളൊരു ആക്സിലേറ്റർ, അതായത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സീറ്റ് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് തരുന്നൊരു സീറ്റാണ്, തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഒരു മീഡിയം എന്ന് പറയാൻ പറ്റില്ല, അതിലും എബവ് ആയിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്കൊരു ബാക്ക് സപ്പോർട്ടാണെങ്കിലും ഒരു ബെറ്റർ സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് ആണ് ഡ്രൈവർ സൈഡ് വരുന്നത്. ഇതിന് തൊട്ട് മുകളിൽ വേരിയൻറ്റ് ZX പ്ലസിലാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൻ്റെ IRVM കുറിച്ച് പറയുമ്പോൾ മാനുവലി ഡിമ്മിങ് ആയിട്ടുള്ള ഒരു IRVM ആണ് ഇതിൽ വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ക്യാബിൻ ലൈറ്റും ഡോറിൻ്റെ ഓപ്പൺ ചെയ്യാത്ത ലൈറ്റിൻ്റെ ഫംഗ്ഷനും ഇതിൽ വരുന്നുണ്ട്. രണ്ട് സൺവൈസേഴ്സാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലൊരു മിറർ വരുന്നുണ്ട്, സൈഡിലായിട്ട് എയർ ബാഗിൻ്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ വൈസറിൽ ടിക്കറ്റ് ഹോൾഡറുള്ള ഫെസിലിറ്റിയും അതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് 5 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ നിലവിൽ ഈ വണ്ടി കാണുന്ന ഗ്രേ, മാഗ്മ ഗ്രേ എന്നാണ് കളർ, സിൽവർ, വൈറ്റ്, റെഡ്, ബ്ലൂ എന്നീ 5 കളേഴ്സാണ് നമുക്ക് എർട്ടിഗ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറും കൊച്ചി വില എന്ന് പറയുമ്പോൾ 8,49,800 രൂപയാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറും കൊച്ചിയും പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.